ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അപ്സൈക്കിൾ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ കണ്ടോ, ഒരു ചെറിയൊരു മാർക്കൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കറയൊക്കെ ഉണ്ട് അതിൽ. എൻ്റെ അടുത്തുള്ള പഴയൊരു കാർഗോ പാൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നിട്ട് നമ്മൾ ആ പാൻറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ അപ്സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടാണ് കേട്ടോ, ആ മെറ്റീരിയൽ എടുത്തിട്ടാണ് ഇങ്ങനെ ആലോചിക്കുക, അത് വെച്ചിട്ട് എന്താ ചെയ്യുകയെന്ന്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ പ്ലാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫുൾ അഴിച്ചെടുത്തിട്ടൊരു സ്കേർട്ട് പോലെ ചെയ്യാം എന്നൊക്കെയായിരുന്നു. പക്ഷെ അത് എല്ലാവരും ചെയ്യുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചാൽ. എന്നിട്ട് ഞാൻ ആ പോക്കറ്റിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തുന്നഴിച്ചിട്ട് അതും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴത്ത് വെച്ച ആ കട്ട് ചെയ്ത് വെച്ച പോർഷനില്ലേ, അതാണ് നമ്മൾ ടോപ്പിലേക്ക് ആക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു ടോപ്പും ഒരു ഷോർട്ട്സും ചെയ്യാനാണ്. അപ്പം നെക്ക് കട്ട് ചെയ്തെടുത്തു. സ്ലീവിൻ്റെ ആംപിറ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ രണ്ട് പാൻറ്റിൻ്റെയും ആ താഴത്തെ സൈഡ്, രണ്ട് പാൻറ്റല്ല, ഒരു പാൻറ്റിൻ്റെ രണ്ട് കാലില്ല, അതിൻ്റെ താഴത്തെ സൈഡുള്ളതാണ് കേട്ടോ ഈ ഒരു പോർഷൻ വരുന്നത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഡെനീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടു, ഒറിജിനൽ പോക്കറ്റ് അതിൻ്റെ ആ സൈഡിലായിരുന്നു. കണ്ടോ, അവിടെ മാത്രം നല്ല കളറില്ലേ. പക്ഷേ ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ആ സൈഡിൽ വേറെ എന്തെങ്കിലും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാന്. ഇങ്ങനെ മാത്രമായാലും ഒരു സിമ്പിളായി പോയില്ലേ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡ് പോക്കറ്റ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ നോർമൽ മെഷീനിൽ ഈ ഡെനീമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പണിയാണ് കേട്ടോ. പക്ഷേ എന്നാലും നമ്മളാണ്ട് ചെയ്യിപ്പിക്കുന്നത്, എക്സ്ട്രാ പണി എടുപ്പിക്കുകയാണ് ഞാൻ എൻ്റെ മെഷീനെ കൊണ്ട്. അങ്ങനെ നമ്മളത് ചെയ്ത് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോക്കറ്റ് നമ്മൾ സൈഡിൽ വെച്ചെടുത്തു, സ്ലീവൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. താഴെയൊന്നും നമ്മൾ ഫിനിഷ് ചെയ്യുന്നില്ല, അതും ഒരു സ്റ്റൈലാണല്ലോ. അതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെയാണ് അതിലൊരു മാർക്ക് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പോക്കറ്റ് ആ മാർക്ക് കവറാവുന്ന രീതിയിൽ വെക്കാനാണ് പ്ലാന്. സോ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. ആ ടോപ്പിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു ഇത് കവറാവുന്ന രീതിയിൽ ഞാൻ പോക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്നാലും അതിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ കുറച്ച് ചളികളുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നും ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് സിമ്പിളല്ലേ. നമ്മൾ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ നൈറ്റൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. പെട്ടെന്ന് അധികം വലിയ കഴിവ് വേണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ നെക്കൊന്നും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചീർപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീകിയിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ അത് വേറൊരു പാറ്റേൺ ആയിട്ട് മാറും. ഞാൻ ഫിനിഷ് ചെയ്യാത്ത പോർഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നെക്ക്, പിന്നെ അതുപോലെ ഈ ടോപ്പിൻ്റെ താഴത്തെ പോർഷൻ, പിന്നെ അതുപോലെ ഷോർട്ട്സിൻ്റെ താഴത്തെ നമ്മൾ ആ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ, ആ ഒരു പോർഷനുമാണ് ഞാൻ ഫിനിഷ് ചെയ്യാതെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ചീർപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചീകി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ത്രെഡ് ഇങ്ങനെ വരുന്ന രീതിയിൽ അതും ഒരു പാറ്റേൺ ആണ്. ആക്ച്വലി അത് നല്ല പാറ്റേൺ ആണ്, എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുന്ന പാറ്റേൺ. നമ്മൾ ആക്ച്വലി ഇത് രണ്ടും കൂടെ കാണുമ്പോൾ ഒരു നീറ്റ് ലുക്കായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു ലുക്ക്. പക്ഷേ എന്നാലും അത് പോരല്ലോ, എന്തെങ്കിലും ഒരു കുറച്ചും കൂടി എക്സ്ട്രാ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ ഈ നരൂട്ടോൻ്റെ ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ട്രേസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതൊരു ആക്ച്വലി ഒരു സിമ്പിൾ വേ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു വേ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ തന്നെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ട്രേസ് ചെയ്തത് കണ്ടോ, നമ്മൾ വേറൊരു ഇങ്ക് വെച്ചിട്ട് അത് ട്രേസ് ചെയ്തിട്ട് എടുക്കണം. അതാകുമ്പോൾ നമുക്ക് എവിടേക്കാണ് നമ്മൾ വരച്ചതെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും. കണ്ടോ, എന്നിട്ട് ഞങ്ങൾ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും താഴെ ഒരു ചട്ടയോ അങ്ങനെ എന്തെങ്കിലും വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാനൊരു ചട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പെയിൻറ്റ് ചെയ്യാനിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരൊറ്റ കളർ എടുത്തിട്ട് ആ കളർ എവിടേക്കാണോ വേണ്ടത് അതെല്ലാം ഫസ്റ്റ് വരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കിൻ കളർ എടുത്തു, പിന്നെ അതിൻ്റെ ബോഡി ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തു. അതിൽ പിന്നെ ഒന്നും കൂടെ കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ഫെയ്ഡായെടുത്ത് കൂടെ ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നൈറ്റൊക്കെ ഇങ്ങനെ ജീൻസൊക്കെ നമ്മൾ വലിച്ചെറിയുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ റീയൂസ് ചെയ്തിട്ട് നൈറ്റൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ടോപ്പും ഷോർട്ട്സൊക്കെ ആക്കിയിട്ടെടുക്കാം. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കണേ.